ഇന്നത്തെ ദിവസം ഏതാണെന്നറിയാലോ, ഇന്ന് നമ്മൾ 31 സൺഡേ ഡിസംബർ 31 ഇന്ന് സൺഡേ കൂടിയാണ്. അപ്പോൾ ഇന്ന് രാത്രി അറിയാലോ ന്യൂ ഇയർ ആണ് ഗൈസ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പരിപാടി? എന്താണ് ഇന്ന് രാത്രി? കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ കൊച്ചിയായിരുന്നു. കൊച്ചിൻ കാർണിവലിന് പോയി, അറിയാമല്ലോ, വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. നമ്മൾ തിക്കിലും തിരക്കിലും പെട്ട് നമ്മൾ ഞെരുങ്ങിപ്പോയതാണ്. അപ്പൊ ഈ വർഷം ഞങ്ങളൊന്ന് മാറ്റി പിടിക്കുന്നു. ഞങ്ങൾ ഈ വർഷം നമ്മുടെ സ്വന്തം നാടായ ആലപ്പുഴ കാർണിവൽ, ആലപ്പുഴ ബീച്ചിൽ ഇത് ഞങ്ങള് പൊളിക്കാൻ പോകണ്ട. അപ്പൊ അവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ലേറ്റ് ആയി ഓൾറെഡി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് കാണാം. അപ്പോൾ നമ്മുടെ വീടാണ്, നമ്മുടെ ലൈറ്റൊന്നും നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല. വീട്ടിലെ എല്ലാം മാറ്റണം, സമയം കഴിഞ്ഞില്ലേ. ന്യൂ ഇയർ നാളെ മറ്റന്നാളെ മാറ്റമല്ല. അപ്പം ആലപ്പുഴ ചെന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് നല്ലതുണ്ട് ഗൈസ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടർ വേൾഡ്, എന്തോ ഇലൂഷൻ ഫാൻറ്റസിയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വണ്ടർ വേൾഡ് എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഗൈസ്. അപ്പം കിങ്കോങ്ങിനെ കണ്ടില്ലേ, കിങ്കോങ്, പിന്നെ നമ്മുടെ അവതാർ സിനിമയ്ക്കകത്തെ ആ സെറ്റപ്പ്, അതൊക്കെ സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇല്ല ബീന, എൻ്റെ സിസ്റ്റേഴ്സ് പോയായിരുന്നു, ജമീൻ ചോമളൊക്കെ, അതിനകത്ത് അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ ഇവിടെ നല്ല എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിക്കും തിരക്കും. അതിൻ്റെ കൂടെ ഈ അമ്മ സിനിമ പാട്ട് ഇട്ടേക്കോ, അതിനോട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പം വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തേക്കുന്നത് എന്നെ ഫിനിഷിംഗ് ആയിട്ട് അവർ ചെയ്തേക്കുന്നത്, അത് സമ്മതിച്ച് കൊടുക്കണം അല്ലേ. ഫിലിമിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫിനിഷിംഗ് ഉണ്ട് എന്ന് പറയുന്നത് കാണാനാവത്ത്. പിന്നെ കുറേ വെള്ളച്ചാട്ടവും. എന്തായാലും ആലപ്പുഴയിൽ ഇങ്ങനൊരു സെറ്റപ്പ് വന്നത് ഒരു ഇലൂഷൻ സമ്മതിക്കണം. അത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ചെന്ന് അപ്പോൾ അടിച്ച് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിള്ളേർ സെറ്റ് മാത്രമല്ല, വലിയവർക്കായാലും നല്ലൊരു എക്സിബിഷൻ തന്നെയാണ്. ഒരു പല പല ഡിസൈനിലൊക്കെ ആയി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഐ ലവ് ആലപ്പുഴ എന്നുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. രസമുണ്ട്. അതിൻ്റെ കീഴെ കുറേ അടയിരിപ്പുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എല്ലാം കയറി ഇരുന്നും കഴിയും. ഇങ്ങനൊക്കെ ഫോട്ടോ എടുത്താൽ മാറിത്തരണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് ഫോട്ടോ എടുക്കണ്ടേ. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയാൽ ഗൈസ്. നമ്മുടെ കൊച്ചിയും ആലപ്പുഴയും കാർണിവൽ പറയുമ്പോൾ കൊച്ചി അതൊരു വേറെ ലെവലാണല്ലേ. കൊച്ചി വേറൊരു ലെവലായിരുന്നു. ഇത്രയും സ്പേസ് ഇല്ലല്ലോ. അതെ അതെ, ഭയങ്കര കൺജസ്റ്റഡും ആണ്. അല്ല പക്ഷെ ഈ പ്രാവശ്യം ഭയങ്കര അടിപൊളിയായിട്ടാണ് കൺജസ്റ്റഡ് ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കി. അങ്ങനെ അല്ല, കഴിഞ്ഞ വട്ടം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതില്ലായിരുന്നു, കറക്റ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അതാ കഴിഞ്ഞ വർഷം ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വർഷം അമ്മമാർ ഭയങ്കര ബ്ലോക്കായിട്ട് തിരിച്ചെന്നോ ഏതാണ്ടൊക്കെ ഭയങ്കര ഇതായിട്ടാണ് വെച്ചേക്കുന്നത് അമ്മമാർ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ, ഇതിപ്പോൾ നമ്മുടെ ബീച്ചായതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ടൈം ആകുന്നേ ഉള്ളൂ. ഇപ്പം 10 മണി ആവുന്നേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുവാണ്. ഫാമിലിയൊക്കെ ആയിട്ടുള്ളവരെല്ലാം വന്ന് ഇവിടെ റെസ്റ്റ് എടുത്ത് ബീച്ചിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ചൂടെന്ന് പറഞ്ഞ സാധനമില്ല. അതെ, മറ്റേടത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ബീച്ചങ്ങ് വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സ്ഥലമുണ്ട്. അങ്ങനെ ഉന്തുന്നുള്ളൂ എത്രക്കായാലും വരുത്തില്ല. അറിയില്ല, ഇച്ചിടെ കഴിയുമ്പോൾ. എന്നാലും ഇത് ഫുള്ളാവത്തില്ല ഒരിക്കലും. തിക്കും തിരക്കിൻ്റെ ആ ഒരു ഇതില്ല. മറ്റേ കൊച്ചിയോട് അത്രയും വരുത്തില്ല. കൊച്ചി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും എത്ര പേരെ ഇടിയായിപ്പോയി. അത് ശരിയാ. ഇപ്പൊ ഇവിടെ നല്ല കാറ്റ്, അടിയും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല അതെ അതെ, ഇതിപ്പോ തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്കിവിടെ ഇരിക്കാം. പിന്നെ പുതമണ്ണാണ്, അങ്ങനെ നല്ല തണുപ്പും അടിപൊളിയാണ്. എല്ലാവരും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. ഓ, ഇവിടുന്ന് എന്തോ കഴിക്കാനാ? ഇവിടെ അറിയത്തില്ല, എനിക്കിവിടെ വല്ലതും ഉണ്ടോ. ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. പിന്നെ അവിടെ മൊത്തം പാട്ടാണ് ഗൈസ്. കോപ്പിറൈറ്റ് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാം, ബീച്ച് സൈഡിലോട്ട് പോകാം. ഈ ഐ ലവ് ആലപ്പുഴയെന്ന് എഴുതി വെച്ചേക്കുന്നതിൻ്റെ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് പാടുപെട്ടെ. എല്ലാവർക്കും ഫോട്ടോ എടുക്കണം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഫോട്ടോ എടുക്കണം. ശരിയാ, ഓക്കെ. പക്ഷെ അവിടെ അങ്ങനെ നിരന്നിരിക്കുക, അവിടെ ഓരോരുത്തരും കിടക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തത്. ഓരോരുത്തർ ഫോട്ടോ എടുത്ത് മാറുവാണെങ്കിൽ ഓക്കെ. ബീച്ചിലോട്ട് കണ്ടോ, അമ്മച്ചിയൊക്കെ ഇറങ്ങി പോകുന്നുണ്ടോ, ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നു. ആസ്വദിക്കുവാണ് നൈറ്റ് ബീച്ചിലെ. ആലപ്പുഴയുടെ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന അമ്മച്ചിയും പിള്ളേരോട് കുറേ ടീമൊക്കെ അവർ എനിക്കൊന്ന് ഇത് ഇവിടെ ഉള്ളവരല്ലേ, ഇത് പുറത്തുനിന്ന് കാണാൻ വേണ്ടി തന്നെ വന്നത്. എനിക്ക് മാത്രം
എനിക്ക് മാത്രം സ്ട്രിക്റ്റ് റൂൾസോ? ഓ എന്തിനാ? ഓ റിസ്ക് ആണ്, രാത്രിയും കൂടെ ആയതുകൊണ്ട് വേണ്ട. അവർ എൻജോയ് ചെയ്യുന്നു, നമുക്കത് കണ്ടുകൊണ്ട് എൻജോയ് ചെയ്യാം. എനിക്ക് പക്ഷേ ഈ ബീച്ചിൽ മറ്റേത് പകലാന്തേക്ക് നമുക്ക് സുനാമി വരുന്നത് കാണാൻ പറ്റും, ഇത് കാണാൻ പോലും പറ്റില്ല. ഓടാൻ അച്ഛാ വണ്ടി വന്നപ്പോ ഞാനത് ആലോചിച്ചായിരുന്നു, ദൈവമേ സുനാമി ഓർഡർ ബോട്ട് അങ്ങ് അപ്പുറത്ത് കേട്ടോ. ഓ ബീച്ച് അങ്ങനെ ഒരുത്തിനൂടെ കിടപ്പുണ്ടായിരുന്നു, ഞാനിപ്പോഴാണ് കണ്ടത്. ബ്ലാക്ക് ഡ്രസ്സ് കൂടെ ഇട്ടിട്ട് കിടക്കുക. അങ്ങനെ ശരിക്കും എവിടെ ഈ പാട്ടിന്റെ പരിപാടിയൊക്കെ എല്ലാം അറിയോ? അതല്ല, ഈ സ്റ്റേജ് പ്രോഗ്രാം ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതെവിടാ? ഇല്ലില്ല, 10 മണിക്ക് തുടങ്ങത്തുള്ളെന്ന് പറയുന്നത്. 10 മണി ആവുന്നേ ഉള്ളൂ. അതിന് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം. എന്തായാലും ഞങ്ങളിന്ന് കുറച്ചു നേരം എൻജോയ് കിട്ടും ബീച്ചിന്റെ ആ ഒരു കണ്ടന്റ്. ഞങ്ങളൊന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ ഇങ്ങനെ മറ്റേ സംഭവത്തിന് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ അല്ല, അവതാർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അവതാർ എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പില്ല, അതിൻ്റെ പരിപാടിയായിട്ടുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. ഇതല്ല ഈ കാണുന്നത്. ഇനിയും എന്തോ മ്യൂസിക് ഫെസ്റ്റോ അങ്ങനത്തെ എന്തോ സെറ്റപ്പൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ഇതിനൊന്ന് കയറാമെന്ന് വെച്ചാൽ ഇതിലൊന്ന് കയറിയാൽ കൊള്ളാമെന്ന്. നല്ല കാറ്റൊക്കെ ആയിട്ട് രസമായിരിക്കും അല്ലേ? പക്ഷെ ഇത് പുറകെ ഇരിക്കണം, എല്ലാവർക്കും പേടിയാടി പുറകെ ഇരിക്കാൻ. അപ്പം അവരാരും പിടിക്കുന്ന പോലും ഇല്ലടി. ചിലവർ പിടിക്കുന്നുണ്ട്, പക്ഷെ ആരെങ്കിലും വീഡിയോ പിടിക്കുന്നുണ്ടോ? ആരും വീഡിയോ പിടിക്കുന്നില്ലല്ലോ. ആരെങ്കിലും പേടിച്ചിട്ട് വീഡിയോ പിടിക്കാതെ ആയിരിക്കും, പക്ഷെ നമ്മൾ പിടിക്കും ഗൈസ്. അങ്ങോട്ടാന്നാ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് വിജനമായ സ്ഥലമല്ലേ ഗൈസ്. ഈ ആലപ്പുഴ ബീച്ചായതുകൊണ്ട് ഇങ്ങനെ നീളത്തിലും കിടക്കുക. നീളത്തിൽ കിടക്കുന്നുണ്ട്. എന്താ പറ്റി? നടക്കാൻ വയ്യാന്ന്, ഇപ്പോഴേ വയ്യാന്ന്. ഇവിടെ കണ്ടാണ് പരിപാടി. ഇവിടെ എല്ലാം ആള് വന്ന് സ്ഥലം പിടിച്ചു കഴിഞ്ഞു. ശരിയായി, മണലിൽ നടക്കാൻ ഇച്ചിരി പാടല്ലേ? അല്ല, അവിടെ നമുക്ക് സ്പീഡിൽ നടക്കാൻ പോലും പറ്റത്തില്ല, ഇടിച്ചിടിച്ചാണ്. അതെ അതെ, നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബൈപ്പാസ്. ആ മേലിൽ കൂടെ ലോറി വന്നാണ്ട, അതാണ് നമ്മുടെ ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ്. അതിൻ്റെ സൈഡിലാണിത്. നോക്കാം. ഇത് കണ്ട മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇത് ഭയങ്കര സെറ്റപ്പാന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. എല്ലാ മീനും ഇങ്ങനെ നമ്മുടെ എവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ദുബായ് മാളിൽ ഈ ഒരു സെറ്റപ്പ് ഉണ്ട്, അക്വേറിയത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് കൊള്ളാം. എന്തായാലും ഒത്തിരി പേര് കയറുന്നുണ്ട്. നല്ല റിവ്യൂ ആണ്, യൂട്യൂബിൽ കണ്ടപ്പോൾ എല്ലാം നല്ല റിവ്യൂ ആണ്. ഒരു ദിവസം വരണം ഇത് കാണാൻ വേണ്ടി. ഒന്ന് കയറി നോക്കട്ടെ. ഓ പോയി പാടാ, കയറി നോക്കിയാലോ ഗൈസ്. കയറാന്നൊക്കെ വിചാരിച്ച് പോയതാണ്, പക്ഷേ അവന്മാരുടെ സമയം കഴിഞ്ഞെന്ന്. 10 മണിയാകുമ്പം അവന്മാർ ഊരണമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവന്മാർ നിർത്തി. അതെ അതെ, അവള് കയറിയാന്നെങ്കിൽ ഫസ്റ്റ് അടിച്ചേനെന്ന് അവള് പറയുന്നത്. അത്രേ ഉള്ളു. ടച്ച് വിട്ടോ? അതെ, ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ആളകം കൂടിയല്ലേ മറ്റേ. ശരിയാ, ഇങ്ങോട്ടും കിടക്കുക, നടന്നുകൊണ്ടിരിക്കുക. നടന്ന് പോകണ്ട, അവിടൊക്കെ ഭയങ്കര ആള്. എനിക്കൊന്നും അവിടെ കണ്ട കേട്ടോ, അവിടൊക്കെ ഭയങ്കര ആള്. ആ സൈഡൊക്കെ കടകളാ? അതുകൊണ്ടായി. ഇത് എവിടെ ഈ ഗാനമേള പോലത്തെ സെറ്റപ്പ് എന്നൊക്കെ? അവിടെ വല്ലതും ആയിരിക്കും. അല്ല, അത് ഇവിടെ അല്ല പറഞ്ഞ, അവിടെ ആണോ? അയ്യോ ശരിയാ, അവിടെ പ്രോഗ്രാം. നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങുവാണ് ഗൈസ്, അത് പോയി നോക്കട്ടെ ഗൈസ്. അതെ, ഇവിടെ മണ്ണ് കുറവാണ് അല്ലേ? ഓ, എന്തായാലും വെള്ളവും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. മറ്റേ
മറ്റേ കൊച്ചിയിൽ ഓർമ്മയുണ്ടോ ഈ സമയമാകുമ്പോഴത്തേക്കും വെള്ളം തീർന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ആളാണ് അവിടെ എല്ലാം ഭയങ്കര ആളാന്ന് പറഞ്ഞത്. പരിപാടി കാണാൻ പറ്റത്തില്ല, ഇവിടെ കയറി ഇരിക്കേണ്ട വന്നു. അടുത്ത പാട്ടിന് എനിക്ക് ആലപ്പുഴക്കാരുടെ ഹെൽപ്പ് വേണം. അപ്പൊ ഞാനൊരു കോറസ് പാടിത്തരാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോറസ് ആണ്. അപ്പൊ എന്റെ കൂടെ പാടുവോ? എല്ലാരും എന്റെ കൂടെ പാടുവോ? എല്ലാ സന്മനസ്സുള്ള ആലപ്പുഴക്കാരും ഈ ഒരു മകന്റെ കൂടെ പാടുവോ? ഓക്കെ ഓക്കെ. ഞങ്ങൾ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരായ കുറച്ച് പിള്ളേരാണ്. അപ്പൊ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കാരണം കുറച്ചധികം പാട്ടുകൾ പാടാനുണ്ട്, കുറച്ച് അടിപൊളി പാട്ടുകൾ വരാനുണ്ട്. അപ്പൊ എന്റെ കൂടെ നിൽക്കൂലേ? എന്നോട് പറഞ്ഞേ. ഇവിടെ കുറച്ച് അടിപൊളി പിള്ളേരുണ്ടോ അവിടെ? അപ്പൊ ഒന്നുകൂടെ പാടും. ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ സ്റ്റേഡിയം എന്നുള്ള കാര്യം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്ഥലം അറിയത്തില്ല, നമ്മൾ ഇപ്പോഴാണ് വന്നത്. അതുകൊണ്ട് ബാക്കിലായി പോയി. അതെ, അപ്പുറത്ത് കിടന്ന് ഇറങ്ങുകയായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിൽ വരാൻ പറ്റിയില്ല, സൗണ്ട് ഇച്ചിരി ബാക്കിലായി പോയി. എന്തോ ചെയ്യാൻ പരിപാടി ഡിസൈഡ് ചെയ്തേക്കുന്നത്.
കുറച്ച് കഴിയുമ്പോഴത്തേനും 2024 എത്തുന്നതായിരിക്കും. എനിക്ക് ഈ ഭാഗത്തുള്ളവരുടെ മാത്രമേ കേൾക്കുന്നുള്ളൂ. എനിക്ക് ഈ ആലപ്പുഴ ബീച്ചിലുള്ള എല്ലാവരുടെയും കേൾക്കണം. ശരിക്കും എല്ലാവരും പാടുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഒന്നര പൊളിച്ചാലോ? Here we go!
ജീവിതമാം കരിമലകൾ കേറി നടന്നൊരു യാത്രകൾ പാപങ്ങൾ പൊറുക്കണമയ്യപ്പ ജീവിതമാം കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകൾ
തിരക്കാണ് വീഡിയോയിലിടി. ഞങ്ങളിവിടെ ഒളിച്ചിരിക്കുകയാണ്. എല്ലാവരോടും ഒന്നിച്ചിറങ്ങിയതാണ്. കൊച്ചിയിൽ നിന്നും തിരക്കാൻ തോന്നുന്നു. പോകുന്നേരം ഭയങ്കര പോകും. ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്ക്. ഞങ്ങളങ്ങ് മാറി ഇവിടെ പുറകെ സൈഡിൽ മാറി നിൽക്കുക. ഇടി കൊള്ളാൻ വയ്യ. എൻ്റെ പൊന്നെ, പോലീസുകാരൊക്കെ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, മറ്റേ 5000 പോലീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പം എല്ലാം ബ്ലോക്കായി കിടക്കുന്നത്. 1 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത് ഒന്ന് വണ്ടിയൊക്കെ പോകണമെങ്കിൽ. അത് ഈ ഒന്നിച്ച് വിടുന്നതിൻ്റെ പ്രശ്നം. കൊച്ചിയിലത്തെ അവസ്ഥ എന്താവോ എന്തോ.